ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം തടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാനൊരു 67-68 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്, മുന്നേ 49 ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുട്ടി വർക്ക് നമുക്ക് ആരംഭിക്കാം. ഞാൻ അധികം ഒന്നും പുട്ടി വർക്ക് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ മാത്രം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസേഷൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെയാണ്. ഇത് കാലങ്ങളായിട്ട് ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസേഷൻ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതിപ്പോൾ നോൺ സ്റ്റിക്കാണ്. ഇനി കൂടുതലൊന്നും വിവരിക്കാൻ എനിക്കറിയില്ല. അടിപൊളിയാണ് പോൺസിൻ്റെ മോയ്സ്ചറൈസേഷൻ ക്രീം. അതിപ്പോൾ അഫോർഡബിൾ ആണ്. ഞാൻ മറ്റ് മോയ്സ്ചറൈസേഷൻ ക്രീമൊക്കെ ഉപയോഗിച്ച് നോക്കി, പക്ഷേ എനിക്ക് അത്ര ഒരു ഇഷ്ടം ഇതിനോടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കാലങ്ങളായിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസേഷൻ ക്രീം ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസേഷൻ ക്രീം നമ്മൾ സ്കിൻ കെയർ ആയാലും അതേപോലെ മേക്കപ്പ് ആയാലും എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ് മോയ്സ്ചറൈസേഷൻ ക്രീം എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ. ഇനി അടുത്തായിട്ട് ഇവിടെ അപ്ലൈ ചെയ്തെടുക്കുന്നത് സൺസ്ക്രീനാണ്. ഇത് ന്യൂട്രിജൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ പർപ്പിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 month ഒക്കെ ആയിട്ടുണ്ട്. അതിപ്പോൾ 2 finger റൂൾ വെച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിലും അതേപോലെ നന്നായിട്ട് നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കൂടുതലുള്ള സമയമാണല്ലോ. ഇപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് വെയിലൊക്കെ ഉണ്ട്. സ്കിൻ കെയറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചറൈസ് ക്രീമും സൺസ്ക്രീമും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മോനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസിൻ്റെ എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ നെക്കിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് എന്താ പറയുക, സൺബേണിനും അതേപോലെ സണ്ണിൻ്റെ എല്ലാ കാര്യത്തിനും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അടുത്ത ലിപ് ബാമാണ്. ഇത് ഞാൻ കൊല്ലങ്ങളായിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ ലിപ് ബാമാണ്. ഇത് ഞാൻ ഏതോ ഒരു ഫാൻസിന്ന് മേടിച്ചതാണ് കേട്ടോ. എറൗണ്ട് ഒരു 150 ഒക്കെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. പക്ഷേ അടിപൊളി ലിപ് ബാമാട്ടോ. നന്നായിട്ട് ലിപ് കെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ലിപ് ബാമാണ്. ഞാൻ കുറേ ലിപ് ബാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ് കേട്ടോ ഇത്. പിന്നെ അതിനുശേഷം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഐബ്രോ ഒക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി. കാരണം ഡെലിവറിക്ക് മുന്നേ ഞാൻ പ്രഗ്നൻറ്റ് 1 month ഒക്കെ ആവുന്നതിന് മുന്നേ ഞാൻ ത്രെഡ് ചെയ്തായിരുന്നു. പിന്നെ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ത്രെഡൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അടുത്തായിട്ട് ഐ ഷാഡോ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് കളർ, എനിക്ക് ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കണ്ണിൽ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ബ്രഷും തന്നിട്ട് കാണാമല്ലോ, അപ്പം കൈ കൊണ്ട് തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യാണ്. എനിക്ക് ബ്രഷിനെക്കാട്ടും കൂടുതൽ നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ബ്രഷിനെക്കാട്ടും കൂടുതൽ യൂസ്ഫുൾ എൻ്റെ ഹാൻഡ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫിംഗറും ഹാൻഡ് തന്നെയാണ്. പിന്നെ അടുത്ത് സ്റ്റുഡിയോയുടെ ഒരു ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, അടിപൊളിയായിട്ടാണ്, അതേപോലെ അഫോർഡബിളുമാണ്. ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ചതായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാക്കാട്ടോ. ഇപ്പോൾ ടേപ്പൊക്കെ തല തിരിച്ചൊക്കെ തുറക്കുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുളയിൽ കൊണ്ടിട്ടുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇവിടെ നമ്മുടെ CC ക്രീം ഉണ്ടല്ലോ, ലാക്മിയുടെ 925 CC ക്രീമാണിത്. ഞാൻ അധികം ഫൗണ്ടേഷൻസും കാര്യങ്ങളൊന്നും ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. ഈ CC ക്രീം മാത്രം. ഈ CC ക്രീം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നോർമലായിട്ട് സൺസ്ക്രീൻ, മോയ്സ്ചറൈസേഷൻ ക്രീം, അതേപോലെ ഐലൈനർ, എന്താ പറയുക, ഐ ഷാഡോ, ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, ലിപ്സ്റ്റിക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ CC ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ട് ഫേസിന് എല്ലാ ഭാഗവും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസിനും നെക്കിലും കേട്ടോ. നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നതാട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ ലാക്മീൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഇത് പർപ്പിളിന്ന് ഓർഡർ ചെയ്തത്, ഒരു പിങ്കിഷ് കളർ ലിപ്സ്റ്റിക്കാട്ടോ. പക്ഷേ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് പോലെ തോന്നി. പിന്നെ എന്തോ എനിക്ക് ഷെയ്ഡ് കുറവായിട്ടോ, ഇടാത്ത പോലെയൊക്കെ, ലിപ്സ്റ്റിക് തീരെ ഇടാത്ത പോലെയൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് കുറച്ച് ഫംഗ്ഷനല്ലേ, അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് എങ്ങനെ അറിയില്ല, അത് ഫാൻസിന്ന് പോയപ്പോൾ കണ്ടപ്പോൾ ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് മേടിച്ചത് കേട്ടോ. ഇത് ഇങ്ങനെ വലിയ ബ്രാൻഡൊന്നുമല്ല, പക്ഷേ അടിപൊളി ലിപ്സ്റ്റിക്കാട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ഫെസിലിറ്റീസും ലിപ്സ്റ്റിക്കിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ എനിക്കെന്തോ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ കുറച്ച് ഫിനിഷിംഗ് ഒക്കെ തോന്നി. അപ്പോൾ ഇനി ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തോന്നി. പിന്നെ മാല ഞാൻ ഇട്ടിട്ടുള്ളൊരു ചെയിൻ മോഡൽ മാലയായിട്ടിട്ടുള്ളത്.
എനിക്ക് സിമ്പിളായിട്ട് അടിപൊളിയായിട്ടുള്ള മാലയാണ്. ഇനി നമുക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്ത് നോക്കിയിട്ടും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്ത് കരുതി, മുടി ഒന്ന് അഴിച്ചിടാമെന്ന് കരുതി. അപ്പോൾ അഴിച്ചിട്ടപ്പോൾ ഇങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി ലാസ്റ്റായിട്ട് ഇതൊരു വാച്ച് പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡിഷ് വാച്ചാട്ടോ. അപ്പോൾ തടി കുറച്ച് വെച്ചതുകൊണ്ട് വാച്ചൊന്നും കൊള്ളാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ വാച്ച് ഇങ്ങനെ ഒപ്പിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. മുടി എൻ്റെ മുടീൻ്റെ പ്രശ്നമാണ്, ഒതുങ്ങി നിൽക്കില്ല. ഞാൻ അങ്ങനെ അതിന്മേൽ കളിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. പിന്നെ നന്നായിട്ട് ഫ്രീസി ഹെയർസും ഉണ്ട്. അതൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.